ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല എന്താ പറയുക, കരയടോ ചിരിക്കണോ എന്നുള്ള അവസ്ഥയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ലീഫ് പോലെയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടിംഗ് ഒക്കെ ഞങ്ങൾക്ക് കുറേ നേരം കാണിച്ചാൽ ഇത്തിരി ചെറുതായിട്ട് ബോറടിക്കണ പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരണം കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ FBയിലും അതുപോലെ തന്നെ വാട്സപ്പിൽ, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് എനിക്കൊരു 100 സബ്സ്ക്രൈബറൊക്കെ ആയത് കേട്ടോ. 100ന് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഞാൻ ആരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാതെ, ആർക്കും ഞാൻ എൻ്റെ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാതെ, എന്താ പറയുക, നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാലും തീരണില്ല. വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു 1K നേരി കേക്ക് കട്ട് ചെയ്യണമെന്ന്. ആളെന്ത് പറയുന്നത്, ആൾ ചെയ്യുക സമയമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ എന്നാലും ലഡ്ഡു മാത്രം വാങ്ങിച്ചിട്ട് ലഡ്ഡുവിൽ ഒതുക്കി ഗൈസ് എന്നെ. ശരി, അപ്പോൾ എന്തായാലും 1K കേക്കിന് കട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്ളോഗുകളല്ലാതെ, മീൻസ് ഈ ക്രാഫ്റ്റിൻ്റെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കണതല്ലാതെ ഫാമിലി വ്ളോഗ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗിൽട്ടർ ഫോം ഷീറ്റും അതുപോലെ തന്നെ പ്ലെയിൻ ഫോം ഷീറ്റും എടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ ക്ലിപ്പ് വന്നിട്ട് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ ഇതെൻ്റെ ഓൺ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ വന്നതാണ്. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടാം പ്രാവശ്യം അത് ചെയ്യുമ്പോൾ ആക്ച്വലി വേണ്ടി നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് ഡിസൈനൊന്നും ഓർമ്മയുണ്ടാവില്ല. എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ അതെന്താ പറയുക, അതൊരു യൂണിക് ഡിസൈൻ ആയി പോകും. അപ്പോൾ ഫസ്റ്റത്തെ ഡിസൈൻ ഇതും തമ്മിൽ കുറച്ചൊരു ചേഞ്ചും കാര്യങ്ങളും ഉണ്ടാവും. ബിക്കോസ് അത് ചെയ്തത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല. പിന്നെ ഞാൻ ആ ഫോട്ടോ ഞാൻ ചെയ്തത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതിൻ്റെ ഫോട്ടോ വന്നിട്ട് ഈ വീഡിയോൻ്റെ മേലെ കൊടുക്കുക. എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ പറയുക, ഈ ഡിസൈനും ഞാൻ മുമ്പ് ചെയ്ത ഡിസൈനും സെയിം ആണോ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ. ചെറിയ ചേഞ്ചൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. പിന്നെ കസ്റ്റമർ കുഴപ്പമില്ലാന്ന്, മീൻസ് കസ്റ്റമർ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഈ ഡിസൈനും അതിനെ വെച്ച് ഇതാണ് കുറച്ചുകൂടെ നന്നായിരിക്കണം പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. കാരണം നമ്മൾ കസ്റ്റമർ ഈസ് കിങ് ആണ്. നമ്മൾ അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ ഒട്ടും ചിലവില്ലാതെ, കുറഞ്ഞ ചിലവിൽ 5 രൂപ ചിലവിൽ നിന്നൊക്കെ, ഞാൻ 5 രൂപ പോലും ചിലവില്ലാന്നൊക്കെ ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്രയും റേറ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് വന്നിട്ട് എന്താ പറയുക, വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത് കേട്ടോ. അങ്ങനെ പറയണത് ഇല്ലാതെ നമുക്ക് ഒട്ടും ചിലവില്ലാതെ, 1 രൂപ ചിലവില്ലാതെ നമുക്ക് എന്തായാലും ഒന്നും കിട്ടില്ല. 5 രൂപയ്ക്ക് ഇന്ന് കാലത്ത് നമുക്കൊരു മിഠായി മാത്രമേ കിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു അച്ചാറും കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ചിലവ് മീൻസ് ചെറിയൊരു എക്സ്പെൻസ്, ഭയങ്കരമായിട്ട് വില എന്നല്ല. ഇപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. പിന്നെ നല്ല ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് എല്ലാ ഐറ്റംസും കിട്ടും. പക്ഷേ നമ്മൾ സെയിൽ ചെയ്യണ സമയത്ത് നമ്മൾ ലോ ക്വാളിറ്റി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. കസ്റ്റമേഴ്സ് നോക്കുന്നത് എന്തായിരിക്കും, മെയിനായിട്ട് നോക്കുന്നത് ക്വാളിറ്റി ലാസ്റ്റിങ്ങും ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട്, മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നിങ്ങളൊരു കസ്റ്റമറാണെന്ന് ഉള്ള രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു ലോ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി കൂടുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റും കൂടും. അത് എന്താ പറയുക, കുറച്ച് കസ്റ്റമേഴ്സിന് മനസ്സിലാവും, കുറച്ച് പേര് ബാർഗെയിൻ ചെയ്യും. അതൊന്നും ഞങ്ങൾ കാര്യമാക്കണ്ട. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്തായാലും പൈസ കൂടി തന്നെ സെയിൽ ചെയ്യുക. ബിക്കോസ് അതിൽ നമ്മളിട്ട എഫേർട്ട്, മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് കുറച്ചൊരു റേറ്റൊക്കെ വരും കേട്ടോ. അത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് റേറ്റ് ഇട്ട് സെയിൽ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾക്ക് സെയിൽ കിട്ടാൻ കുറച്ച് താമസം എടുക്കും.
ഇല്ലെങ്കിൽ ഇത് തുടങ്ങുമ്പോഴേക്ക് ഇത്രയും റേറ്റാണ് അങ്ങനെ തിങ്ക് ചെയ്യണവരും ഉണ്ട്. ബിക്കോസ് നമ്മൾ സാധാരണക്കാരല്ലേ, ഇല്ലാതെ നല്ല സെലിബ്രിറ്റി ആയ ആൾക്കാരൊക്കെ എന്തെങ്കിലും പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യുക ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ അവർക്ക് ക്ലിക്കാവും, അവർ എത്ര വിലയിട്ടാലും വാങ്ങിക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളെ പോലുള്ള സാധാരണക്കാർ വീഡിയോ ഇട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര എന്തോ വലിയ ലക്ഷങ്ങൾ തരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അവർക്ക്. മീൻസ് ചില കസ്റ്റമേഴ്സിന് കേട്ടോ, എല്ലാവരും അല്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ റേറ്റ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒട്ടും ചിലവില്ലാതെ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു രീതിയിൽ നമുക്ക് തുടങ്ങാം എന്നാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇല്ലാതെ വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ചിലവില്ലാതെ ഒന്നും എന്തായാലും കിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ പോളൻ, കോപ്പർ വയർ, ബീഡ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. ഇപ്പോൾ അത്യാവശ്യം എന്നെ ഫോളോ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടാലേ മനസ്സിലാവും. പിന്നെ ആക്ച്വലി വന്നിട്ട് ഇതിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു പ്ലഗ് പോയിൻ്റ് വന്നിട്ട് 2 കിലോമീറ്റർ അപ്പുറത്താണ് കൊണ്ട് വെച്ചിരിക്കണേ. അവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലഗ് പോയിൻറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എന്താ പറയുക, താഴെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സൊക്കെ കാണുന്നത്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോപ്പർ വയറിലേക്ക് ഈ ടിയാരയൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ ജസ്റ്റ് ഒരു 10-12 മുത്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇത് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ 2-3 വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ടിയാര ചെയ്യണതിൻ്റെ ഈ ഒരു പോർഷൻ ചെയ്തെടുക്കണത്. അപ്പോൾ എല്ലാവരും മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് 2 ആഴ്ച ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല. മേ ബി ഞാൻ ഇനി ന്യൂ ഇയർ കഴിഞ്ഞ് ഈ ഒരു സാറ്റർഡേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ വീഡിയോ ഇടുള്ളൂ. ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ. നമുക്ക് നമ്മുടേതായ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അത് വിചാരിച്ചിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാതിരിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇതുവരെ എത്തിയിട്ട് കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ്, ഒരു 2 ആഴ്ച ഒരു ഗ്യാപ്പ് വേണമെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെഡ് ഫ്ലവർ ഉണ്ടല്ലോ, ഈ റെഡ് ഫ്ലവറിലേക്ക് ഈ നമ്മൾ ചെയ്തെടുത്ത് ആ ഒരു ബീഡ്സിൻ്റെ ആ വർക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ റെഡ് ഫ്ലവർ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവർ രൂപത്തിലാക്കുക. ആക്ച്വലി ഞങ്ങളത് അയൺ ബോക്സിൽ വെച്ച് ആക്കിയാൽ തന്നെ കുറച്ചൊന്ന് ചുരുണ്ട് കിട്ടും. എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല, ഞാനിന്ന് അയൺ ബോക്സിൽ കുറച്ച് നേരം വെച്ചിട്ട് പെട്ടെന്ന് എടുത്തു തോന്നുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബാഗ് മറന്നിട്ട് പോയി. അപ്പോൾ അത് അവരുടെ ഓഫീസിൽ ഒരാൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ മീൻസ് എപ്പോഴാണ് വരികയെന്ന് അറിയില്ലല്ലോ, കോണിംഗ് ബെൽ അടിക്കുന്ന വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ലഞ്ച്, അതിൻ്റെ ആ ഒരു ടെൻഷൻ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് പകുതി എനിക്കറിഞ്ഞില്ല. അതായിരുന്നു ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, സ്കിപ്പായി പോയിട്ടോ. ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ട് ലഞ്ച് ബാഗ് കൊടുക്കാൻ പോയത് കാരണം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ. ജസ്റ്റ് ഈ ഫ്ലവറൊക്കെ നമ്മളൊന്ന് അതിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഈ 8000 ആണെങ്കിൽ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഇത്ര പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ ഭർത്താവ് വാങ്ങിച്ചിട്ട് വന്ന ഗ്ലൂ ഗണ്ണ് സ്റ്റിക്ക് വന്നിട്ട് ഭയങ്കര എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയുക വൈറ്റ് കളറൊക്കെ കാണണം കേട്ടോ. പിന്നെ നമ്മൾ ആ മനുഷ്യനാണെങ്കിൽ എപ്പോഴും 1-2 വാങ്ങിച്ചിട്ട് വരുന്ന മനുഷ്യൻ ഇപ്രാവശ്യം നിറയെ വാങ്ങിച്ചിട്ട് വന്നു. അത് കാരണം നമുക്ക് ഇനിയിപ്പോൾ അത് കഴിയാതെ വേറെ വാങ്ങിക്കാനും പറ്റില്ല, വെറുതെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ, യെല്ലോ ഫ്ലവറും പോളൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ഐഡിയയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഓൺ ഡിസൈനാണെന്ന്. എവിടെ ഒട്ടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തന്നെ വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡിസൈൻ ഞങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ എവിടെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോളനും ബീഡ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ഈ 8000 ആണെങ്കിൽ ലാസ്റ്റ് ചെയ്യും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടില്ലല്ലോ, നമുക്ക് ഇതും പിടിച്ചിട്ട് ഇരിക്കാനും പറ്റില്ലല്ലോ, നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് എല്ലാം ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഇടയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ ഇവിടെയൊക്കെ പോളം ചെയ്യുക. അത് വേണ്ടിയിട്ട് ഒരുപാട് പോളനും ബീഡ്സും വെച്ചിട്ട് വൃത്തികേടാക്കരുത്, അത്യാവശ്യം കുറച്ച് വയ്ക്കുക. എപ്പോഴും നമുക്ക് നീറ്റായിട്ടുള്ള നല്ല എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെയർ ക്ലിപ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻ, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ആർഭാടമാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീറ്റാവും കേട്ടോ. കണ്ടോ, ഇത് ഞാനിപ്പോൾ എവിടെ വെക്കേണ്ടതെന്ന് ആലോചിക്കണേ, എനിക്ക് തന്നെ ഓർമ്മയില്ലത് എവിടെ വെക്കേണ്ടതെന്ന്. അപ്പോൾ അത് ആക്ച്വലി ഞാൻ അത് സെറ്റ് ചെയ്തെടുത്തു, പക്ഷേ എനിക്കത് വെക്കാൻ തോന്നിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലൊരു നീളത്തിലൊരു യെല്ലോ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കുനുകുനാന്ന് ഇങ്ങനെ എല്ലാവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ ഇതിലേക്ക് വെക്കാനുള്ളതാണ്. ഇതെൻ്റെ പഴയ ഡിസൈനിലുള്ളതാണ്, നിങ്ങൾ കണ്ടില്ലേ. അതിൻ്റെ ഒരു മൂലക്കായിട്ട് ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതും നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കാനാണ്. ആദ്യം സെൻറ്ററിൽ ഒരു കുറച്ചൊന്ന് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ.
ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് അടർന്നു വരും. ഈ ഫോം ഷീറ്റിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. ഫോം ഷീറ്റ് കീറി വരുന്നല്ലാതെ ആ ഡിസൈൻ ഒരിക്കലും വിട്ടു വരില്ല കേട്ടോ. അതാണ് ഈ ഗ്ലൂ ഗണ്ണും ഫോം ഷീറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയണത് കേട്ടോ. ആക്ച്വലി ഈ ഒരു മെത്തേഡ് എനിക്ക്, അതായത് ഈ ഡിസൈൻ പേർന്ന് വരുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പേർന്ന് വരില്ല, നല്ല ഫുള്ളായിട്ട് മീൻസ് എന്താ പറയുക അടർന്ന് വരാതെ അവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ നമ്മൾ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഗ്ലൂ ഗണ്ണിൻ്റെ നാരൊക്കെ ഇടയിലൊക്കെ കൈ കൂടെ വരും, മീൻസ് ഇങ്ങനെ ഒട്ടി കഴിഞ്ഞതിൻ്റെ. അപ്പം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോറി, ഒരു കോള് വന്നതാണ്. ഇപ്പം ഞാൻ ഫോൺ എയറോപ്ലെയിൻ മോഡിലിട്ടു. ഇല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് കോള് വന്നുകൊണ്ടിരിക്കുക. ആരും ഇല്ലെന്നേ, ചുമ്മാ കസ്റ്റമർ കെയർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും ഒരു 50 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് പോളൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റെഡ് പോളൻ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ആ പഴയ ഡിസൈനിൽ റെഡ് പോളൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ റെഡ് ഉണ്ടല്ലോ, അപ്പോഴേ ഞാൻ കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്തതിൻ്റെ രണ്ട് എതൾ മാത്രം നമ്മളിതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വിചാരിച്ച് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു എൻ്റെ വശം നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻസ് അത് അടിയിൽ നിന്ന് വന്നു എന്നുള്ളൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആ യെല്ലോൻ്റെ സൈഡോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അരിഗേറ്റർ ക്ലിപ്പിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളൊരു പോളൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗോൾഡും റെഡൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സൈഡിലുള്ള റെഡ് ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള റെഡ് 2 ഇതളുടെ ഇടയിലും അതുപോലെ തന്നെ പോളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം വെച്ച് കൊടുക്കാമെന്ന് വെച്ചു, പിന്നെ നമ്മുടെ കസ്റ്റമറുടെ ഡിസൈനിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വെച്ച് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ഭയങ്കര ആർഭാടമായിട്ടുള്ളൊരു ക്ലിപ്പാവുമെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു 2 ഇതളിലേക്കും കൂടെ പോളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് പോളൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾക്ക് കസ്റ്റമറിന് അയച്ചു തന്ന ആ ഒരു പിക്ചറിൽ ഇതാണ്. മീൻസ് ഞാൻ ഓൾറെഡി ചെയ്തതിൽ ഈ 2 കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ആഡ് ചെയ്തു. പക്ഷേ ഈ ഗോൾഡിൻ്റെ പകരം ഞാൻ സിൽവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സിൽവർ ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഗോൾഡ് ആഡ് ചെയ്താണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ട് യൂണീക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെയർ ക്ലിപ്പാണ്. കുറച്ചൊന്ന് സമയം പോവും, ബിക്കോസ് നമ്മൾ ഇത്രയും ചെയ്തെടുക്കേണ്ട ഈ കട്ടിങ്ങും കാര്യവും സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ എക്സ്ട്രാ വരുന്ന ആ ഗ്ലൂ കൊണ്ട് മറ്റേ നൂല് പോലത്തെ സംഭവം കൊണ്ടോ വൈറ്റ് കളർ, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയാം. കത്രികയും കൊണ്ട് ചെയ്യരുത്, കൈ കൊണ്ട് വലിച്ചു കളയാനും കൈ കൊണ്ട് വലിച്ചു കളയാം നഖമുള്ളവർ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുത്താലേ അത് വരുമെന്ന് തോന്നണം കേട്ടോ. എനിക്ക് നഖമുള്ളവരെ ഞാൻ നഖം കൊണ്ട് പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിപ്പ്. അതിൻ്റെ അടിയിലേക്ക് നിങ്ങൾക്ക് കുറച്ച് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഫോം ഷീറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഡിസൈൻ്റെ ആ ഒരു ഷേപ്പിനോ ഇല്ലെങ്കിൽ ആ ഡിസൈന് പുറത്തേക്ക് കാണാൻ പാടില്ലേ, ഫ്രണ്ടിൽ കാണാൻ പാടില്ല, അടിയിലായിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അടിയിലായിട്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് ആക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറയുക, ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ ഒട്ടിക്കാം. ആക്ച്വലി നമ്മൾ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു സംഭവം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഈ 8000 ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അവിടെ നന്നായിട്ട് ഫിക്സ് ആയി ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫോം ഷീറ്റ് ഡിസൈൻ കീറി വരികയുള്ളൂ, ഇല്ലാതെ ക്ലിപ്പിന്ന് എന്തായാലും പേർന്ന് വരില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്ലൂ ഗണ്ണിലേക്ക് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അടിവശത്തേക്ക് അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ ബാക്ക് കുറച്ച് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പക്ഷേ ആ ഒരു ബ്ലാക്കിൻ്റെ ഇതൊന്നും കാണുന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ സെയിൽ ചെയ്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ലോഗോ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. എൻ്റെ ഫോട്ടോ എടുത്ത് ആരും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ